Acrylic sheet white LED അതായത് വൈറ്റ് ബിഗ് ഡിസ്പ്ലേ ഉള്ള USB ബ്ലൂടൂത്ത് പാനൽ ബോർഡ്. അപ്പോൾ എന്താ വ്യത്യാസം അല്ലേ? നമ്മുടെ സാധാരണ ഇങ്ങനെയുള്ള ഈ ഡിസ്പ്ലേ അല്ലേ അതിന്റെ മുകളിൽ ഫിക്സ് ചെയ്ത്, അപ്പൊ ഇതായിട്ട് എന്ത് വ്യത്യാസം അപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷേ അത് വ്യത്യാസം തന്നെയാണ്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ലുക്കും, രണ്ടാമത്തെ ആ ബിഗ് ഡിസ്പ്ലേന്റെ സൗകര്യവും, കാണാനുള്ള ഒരു ഇംപ്രഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വെക്കുമ്പോൾ വ്യത്യാസം വരുന്നത് ആദ്യത്തെ ഒരു നോട്ടത്തിൽ. നിങ്ങൾ മുമ്പ് പല റിവ്യൂസിലും G-Star അതുപോലെ പകാരി അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് ഓഡിയോ മാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോഴിക്കോട് നമ്മുടെ നാട്ടിലുള്ള ഒരു ടീമിന്റെ ബ്രാൻഡാണ്. ഓഡിയോ മാക്സ് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയത് നമ്മളെ സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഷോപ്പിൽ കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇത് സെയിം ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പാക്കേജ് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ G-Starന് മുമ്പ് കാണിച്ചിട്ടുള്ളത് ഈ തരം പാക്കേജ് ആണ്, പാക്കറ്റ്, അതായത് ആ ടൈപ്പ് പാക്കിംഗ് വരുന്നത്. ഇതാണ് ഓഡിയോ മാക്സിന്റെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രണ്ട് തരമായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഇംപ്രഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ആദ്യം നമ്മൾ ഈ ക്യാബിനറ്റിന്റെ മുകളിൽ നിന്ന് ഈ പാനലിന് പകരം ഈ പാനൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയേ. അപ്പൊ വളരെ വെറൈറ്റി ആവും, വളരെ വ്യത്യസ്തമായ ലുക്കാണ്. പക്ഷേ ഇതിന് ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ചെറിയ ഡ്രോബാക്ക് മീൻസ് അതായത് നമുക്ക് വരുന്ന ക്യാബിനറ്റിനാണ് ഡ്രോബാക്ക്. അപ്പൊ നമുക്ക് ഫ്ലെക്സിബിൾ ക്യാബിനറ്റ് കിട്ടാനില്ല. അപ്പൊ നമ്മളിപ്പോ ക്യാബിനറ്റ് നമ്മൾ അസംബ്ലി ആണ്. ഇതിപ്പോ ആക്രിലിക് ഷീറ്റിൽ ചെയ്ത ക്യാബിനറ്റ് ആണ്. അതായത് കാർ ഓഡിയോ വണ്ടികളിലേക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ഈ പാനലിന് കട്ട് ചെയ്യുന്നതിന് വരും ഈ ടൈപ്പ് പാനലിന് കുറച്ചുകൂടെ സൈസ് കൂട്ടി കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ കട്ടിങ്ങിൽ ഇത് കയറില്ല. വേറെ വ്യത്യാസം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ അഴിച്ചിട്ട് ഈ ബോർഡാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഇവിടെ ഉള്ള സ്പേസ് കുറച്ച് വ്യത്യാസം വരുത്തണം. കാരണം ഇതിന്റെ LED അതായത് ഡിസ്പ്ലേ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ടൈപ്പാണ്. സാധാരണ ഡിസ്പ്ലേനാട് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കട്ടിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലുള്ള കട്ടിങ്ങിലേക്ക് ഇത് വെച്ച് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ കയറില്ല. അപ്പോൾ വൈറ്റ് LED ഒന്ന് ഓണാക്കി നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഇതിൽ ചെക്ക് ചെയ്യാം. ഇതിന്റെ ഫീച്ചേഴ്സ് ഇപ്പോൾ കണ്ട വ്യത്യസ്തതയും ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്ന് പ്ലേ ചെയ്യാം. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും 5 വോൾട്ടിനാണ് പ്ലേ ആക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് സിമ്പിൾ ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മളിത് പ്ലേ ആക്കും, ഓണാക്കും. അതിനുശേഷം ഒരു ആമ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ മൈക്ക് ഉണ്ട്. അപ്പോൾ മൈക്കിന്റെ ഓപ്ഷൻസ് കംപ്ലീറ്റ് റിമോട്ട് ആക്സസറിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്തോളാം. അപ്പോൾ ചെക്കിങ് സിമ്പിൾ ആക്കാനാണ് ബാറ്ററി കൊടുത്തത്. ശരിക്കും നിങ്ങൾ 5 വോൾട്ട് പക്ക നല്ല കറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ കൊടുക്കുക. ഓൺ ആക്കുമ്പോൾ നിങ്ങളുടെ BT എന്ന് വന്നത് കാണാം. ഒരുപാട് കളർ ഇപ്പോൾ കിട്ടാണ്ട്, ബ്ലൂ, ഗ്രീൻ, റെഡ് അങ്ങനെ പല കളറിലും ഇപ്പോൾ വരുന്നുണ്ട്. ചെറിയ ഇതിന്റെ മറ്റേ നോർമൽ പാനലിന്റെ വൈറ്റ് ചെറുതും വരുന്നുണ്ട്. പക്ഷെ ഇത് വലിയ ഡിസ്പ്ലേ ആകുമ്പോൾ കുറച്ചുകൂടെ കണ്ണിന് സുഖമാണ്, കാണാൻ സുഖം. അപ്പോൾ സംഗതി ഇവിടെ ഓൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാലോ. അതേപോലെ ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യാനുള്ള മൈക്കിൻ്റെ കണക്ഷനാണിത്. അതേപോലെ എൻകോഡർ. പിന്നെ നമ്മളിവിടെ ഒരു ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുന്ന പാനലിൻ്റെ ഔട്ട്പുട്ടിൽ. ഇതാ ഈ പോയിന്റാണ് മൈക്ക് വരുന്നത്. അതായത് ഈ കണക്ഷൻ ഇതിലേക്ക് നമ്മൾ മൈക്കിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ തൽക്കാലം ഇത് ഊരി വെച്ചേക്കാം, എന്നിട്ട് കണക്ട് ചെയ്യാം. എൻകോഡറാണ്, എൻകോഡറിൻ്റെ കണക്ഷനാണ് ഈ ഭാഗത്ത് ഇവിടെ കാണുന്നത്. ഒക്കെ സാധാരണ മറ്റു പാനലുകൾ ഉപയോഗിച്ച് അതേപോലെ തന്നെയാണ്. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഔട്ട്പുട്ട് കൊടുത്തു. നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ 5 വോൾട്ട് ഇവിടെയാണ്. അപ്പോൾ അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അത് നമ്മൾ കുറേ കാലം മുമ്പേ അനൗൺസ്മെൻ്റ് ഉള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മൈക്ക് റെഡി, എൻകോഡർ റെഡി. ഇപ്പോൾ എൻകോഡറിൽ നമുക്ക് വോളിയം കൂട്ടുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. അവിടെ തിരിക്കട്ടെ. നല്ല ക്ലീൻ ആയിട്ട് കാണാം. ചുവപ്പിൻ്റെയും ബ്ലൂവിൻ്റെ ഒന്നും കണ്ണുകുത്തലും ഇല്ല. നല്ല സിമ്പിളാണ്. ഓക്കെ, ആദ്യം നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നോയ്സ് റിഡക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ അതായത് മ്യൂസിക്കിൻ്റെ യഥാർത്ഥ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ നോയ്സ് റിഡക്ഷനിൽ എന്തെങ്കിലും ഡ്രോപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ലേശം വോളിയം ഫോണിലാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാക്സിമം ആക്കാം. അപ്പോൾ അതിലേക്ക് ഉപയോഗിക്കാനുള്ള റിമോട്ട് നമുക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വോളിയം കൂടുമ്പോൾ ആ LED കൺട്രോൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ നല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ NCS മ്യൂസിക്കിലുള്ള ഒരു വീഡിയോ പ്ലേ ആക്കുകയാണ്. പ്ലേ ആയിട്ടുണ്ട്. ഞാൻ ആമ്പിൽ എത്ര വോളിയം വെക്കുന്നു അതിനനുസരിച്ചാണ് ഈ മാസ്റ്റർ വർക്ക് ചെയ്യുക. ബാസും ട്രബിളും ഇനി ഇതിനകത്ത് ബേസും ട്രബിളൊക്കെ ഇതിനകത്ത് EQ എന്നുള്ളൊരു ഓപ്ഷനാണ് സാധാരണ ഉപയോഗിക്കാറ്. നോക്കാം.
നല്ല ക്ലീനാണ്, നോയ്സ് ഇല്ല, ഒന്നുമില്ല. ഞാൻ മറ്റേ ആമ്പിൽ വളരെ ഒരു മീഡിയം വോളിയായിട്ടുള്ളൂ, അതിനകത്ത് ബാക്കിയുള്ള ഫുള്ള് ഇതിൻ്റെ ഗെയിനാണ്. അപ്പോൾ അതിനകത്ത് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് മൈക്കാണ്. അപ്പോൾ മൈക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളാണ്, മൈക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ മൈക്ക് ഓപ്ഷനിൽ മൈക്ക് ഓഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ പ്ലേ ആവില്ല. അതിന് മോഡ് ബട്ടൺ, അതായത് നമ്മൾ റിമോട്ടിൻ്റെ മുകളിലുള്ള ഈ മോഡ് ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മോഡ് എന്ന് പറഞ്ഞിട്ട് വലുതാക്കി നല്ല ക്ലിയർ ആയിട്ട് കാണാം ഈ ഭാഗത്തായിട്ട്. ആ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ മൈക്ക് ഓൺ ആവും. അപ്പോൾ ഇപ്പോൾ മൈക്ക് ഓൺ ആണോ എന്നറിയാൻ ഇപ്പം മൈക്ക് ഓഫാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഞാനിവിടെ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരുന്നതെന്ന് പറഞ്ഞുതരാം. SED15 എന്നാണ് വന്നുള്ളത്. അപ്പോൾ മൈക്ക് ഓൺ ആണോ അല്ലേ എന്നുള്ളത് പറഞ്ഞുതരാം. ED15 എന്നുള്ള ഓപ്ഷനിൽ മൈക്ക് ഓഫാണ്. അപ്പോൾ ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ EN എന്നാണ് ഇപ്പോൾ ഞാനിവിടെ വായിക്കുന്നത്. അപ്പോൾ മൈക്ക് ഇവിടെ വർക്കിംഗ് ആണ്. മൈക്ക് വോളിയം കുറച്ച് കുറവായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മൈക്ക് വോളിയിൽ കൂട്ടുന്നത് EQ ബട്ടൺ മൂന്നാമത്, അതായത് 1 2 3 എന്ന് പറഞ്ഞാൽ ആ തേർഡ് ഓപ്ഷനാണ് മൈക്ക് വോളിയം. മൈക്ക് വോളിയം നോക്കട്ടെ, 1 2 3, അതായത് ഇത് എക്കോ വോളിയാണ് മൂന്നാമത്. നാലാമത്തതാണ് മൈക്ക് വോളിയം. ഞാനിവിടെ 16 എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 16 ആണ്. അപ്പോൾ സോറി വളരെ സൗണ്ടിലാണ്. അപ്പോൾ 16 ആയപ്പോൾ നമുക്ക് ഇവിടെ വോളിയം കാണാം. ഇനി നമുക്ക് ഈ EQ ബട്ടൺ 4 പ്രാവശ്യം ഞെക്കിയതിന് ശേഷം മൈക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് 1 2 3 4 അവിടുന്ന് വോളിയം താഴട്ട് എന്നുള്ള അത് അമർത്തുമ്പോൾ ഹലോ മൈക്ക് വോളിയം കുറഞ്ഞു വരുന്ന കാണാം. ഞാനിപ്പോൾ കൂട്ടുമ്പോൾ മൈക്ക് വോളിയം കൂടി വരുന്നത് കാണാം. ആ തേർഡ് ഓപ്ഷനാണ് നമുക്ക് എക്കോ ലെവൽ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എക്കോ ലെവലാണിത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ സൂട്ടബിളായ എക്കോ ലെവൽ ഉപയോഗിക്കുക. ഹലോ അപ്പോൾ ഈ പാനലിലുള്ള സൗകര്യങ്ങളും അതിൻ്റെ എന്താ വ്യത്യസ്തതയും എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ആദ്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു പാനലുണ്ട്, ഒരു പഴയ പാനലാണ്, ഇത് ഒഴിവാക്കിയ പാനലാണ്. അപ്പോൾ ഈ പാനലിന്റെ മുകളിൽ നമ്മൾ ഇതിനു മുമ്പ് ആദ്യം ഇതിന്റെ പുറത്തു നിന്നാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് വെക്കുന്ന സ്ഥാനത്തേക്ക് നമുക്ക് ഈ ഒരു പാനൽ വാങ്ങി വെക്കാൻ, നേരിട്ട് വെക്കാൻ പറ്റില്ല, ഇതാണ്ട് കിടക്കില്ല. ഓക്കെ ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം, നമ്മളിവിടെ സ്പേസ് വ്യത്യാസം വരുത്തണം. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ടർ സ്പേസ് ഇവിടെ കാണണം. എന്നാൽ വളരെ പെർഫെക്റ്റ് ആണ്. ഈ പാനൽ സാധാ പാനൽ വെക്കുന്നതിനെക്കാട്ടും എത്രയോ സ്റ്റാൻഡേർഡ് കൂടിയിട്ടായിട്ട് അത് നല്ലൊരു റിച്ച്നെസ് ഈ ഒരു പാനൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടും. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ കാണുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ എല്ലാം സാധാരണ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതേപോലെ തന്നെയാണ്. അപ്പൊ ഇനി പറയാനുള്ളത് ഇതിന്റെ വിലയാണ്. അപ്പൊ വില എന്ന് പറയുമ്പോൾ 450 രൂപയാണ് ഇതിന്റെ MRP. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പീസിനോ 2 പീസിനോ ഇപ്പൊ ഇവിടുന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 450 പ്ലസ് കൊറിയർ ചാർജ് വരും. കോഴിക്കോട് നേരിട്ട് സ്റ്റാർ ഇലക്ട്രോണിക്സിൽ പോയി വാങ്ങുകയാണെങ്കിൽ 450 രൂപയ്ക്ക് സാധനം വാങ്ങിപ്പോരാം. അവിടുന്ന് ചെക്ക് ചെയ്ത് തരും. ബാക്കി ഫിറ്റിങ്സ് അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്റ്റാർ ഇലക്ട്രോണിക്സിന്റെ നമ്പർ ഒരുപാട് വീഡിയോസിൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പുതിയ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.